നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കയറിയത്. വിജയിച്ച ഉടനെ തന്നെ ലോക്സഭയിൽ ആദ്യം പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടത് വയനാടിൻ്റെ പാക്കേജാണ്. അവിടെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ നാശനഷ്ടത്തിന് കേന്ദ്രം വലിയ തോതിൽ അതിനെ തൃണവൽഗണിക്കാനും അതിൽ ഉദാസീനത കാണിക്കാനും ശ്രമിക്കുമ്പോൾ അത് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പോരാട്ടം തന്നെയാണ് അവർ നടത്തിയത്. എന്നാൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, നവ്യ ഹരിദാസ്. അവരാകെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അവരെ കണ്ടത്. ആ സമയത്ത് വലിയ തോതിൽ കോളിളക്കമുണ്ടാക്കാൻ വേണ്ടി മതപരമായ പ്രശ്നങ്ങൾ പലതും ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ മുനമ്പം വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്ത് കുറച്ച് വോട്ടുകൾ പെട്ടിയിലാക്കാം എന്ന് വിചാരിച്ചു. എന്തിനാണ്, കെട്ടിവെച്ച കാശെങ്കിലും തിരിച്ചു കിട്ടാം എന്ന വിചാരത്തിൽ. പക്ഷേ അതുപോലും കിട്ടിയില്ല. ഒടുവിൽ ഇപ്പോൾ ഇതാ ഹൈക്കോടതിയിൽ അവർ കൊടുത്തിരിക്കുന്ന ഹർജി, അത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ സ്വത്തുക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല, അവരുടെ വരുമാന കണക്കു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചത്. അതുവഴി പ്രിയങ്ക ഗാന്ധിയെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കുക. ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് ഈ നിയോജക മണ്ഡലം വരുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചതോടെ BJPക്കും CPIക്കും വലിയ അടിയായാണ് മാറിയത്. വാസ്തവത്തിൽ CPIയുടെ തോൽവിയല്ല, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നെറുകേടുകൾക്ക് കിട്ടുന്ന തിരിച്ചടി കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ പ്രിയങ്ക നിലമ്പൂരിലേക്ക് എത്താനിരിക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് പടച്ചുവിടുന്നത്. പ്രിയങ്കയെ എങ്ങും കാണാനില്ല, MP ആയി ജയിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ. ഓരോ സാഹചര്യങ്ങളിലും കൃത്യമായി ഓരോ പഞ്ചായത്തുകളിലും MP ഫണ്ട് ഉൾപ്പെടെ കൃത്യമായി വിനിയോഗിക്കുന്നു. ഏറ്റവും മികച്ച രീതിയിൽ കാര്യശേഷിയോടെയാണ് തൻ്റെ കന്നി വിജയം അത് പ്രാവർത്തികമാക്കി പ്രിയങ്ക വയനാടുകാരോടൊപ്പം നിൽക്കുന്നത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് കൊണ്ട് തന്നെ ആ മണ്ഡലം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം വന്നപ്പോഴാണ് വയനാട് തൻ്റെ സഹോദരിക്കായി ഒഴിഞ്ഞുകൊടുത്തത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ പോലും വയനാട്ടുകാർ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ആ വയനാടിനെ കുളമാക്കി കളയാം എന്നുള്ള BJPയുടെ വിചാരമാണ് എല്ലാ രീതിയിലും പൊളിഞ്ഞടുങ്ങുന്നത്. 6000 കോടിയുടെ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രിയങ്ക ഇപ്പോഴും പോരാട്ടം നടത്തുന്നുണ്ട്. വലിയ തോതിൽ ഏർലി സിസ്റ്റം അലേർട്ട് ഉൾപ്പെടെ കൊടുത്തു. അതൊന്നും തന്നെ ഇവരാരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് പ്രതിപക്ഷത്തിനെതിരെയുള്ള വാഗ്വാദങ്ങളും രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കണമെന്ന സ്ഥിരം ഡയലോഗും മാത്രമാണ്. ഈ രാജ്യത്തെ പല രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകളും ആഭ്യന്തര വീഴ്ചകളിലും ഒരു ഉത്തരവും പറയാതെ മാറി നടക്കുന്ന സ്വഭാവമാണ് അമിത്ഷായ്ക്കുള്ളത്. ഏതായാലും പ്രിയങ്കയ്ക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുമ്പോൾ അത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ ബെഞ്ച് അത് പരിഗണിക്കുകയാണ്. എന്നാൽ ആ കേസിൽ അന്തിമ വിധി ഉണ്ടാകാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ അതുവരെ ബുദ്ധിമുട്ടിക്കുക, അതുവരെ ഏതെങ്കിലും രീതിയിൽ ലൈം ലൈറ്റിൽ നിൽക്കുക, താൻ പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ചവളാണ് എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുക, ഇതാണ് അല്പത്തരം കാണിക്കുന്ന നവ്യ ഹരിദാസിൻ്റെ പ്രധാന ഹോബി.